പ്ലീസ് മോഹനകത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കിരണിനെ കണ്ട് ദേഷ്യത്തിൽ സരി അവിടെ ഇരിക്കുക കേട്ടോ. അപ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, എന്നാൽ ശരി നടക്കട്ടെ, ഞാൻ പോയേക്കാം എന്ന് പറയുവാണ്. കിരണങ്ങ് പോയി കഴിയുമ്പോൾ തന്നെ സരയോ അമ്മയോട് ചോദിക്കുവാണ്, എന്തിനാ ഇവനൊക്കെ ഇങ്ങോട്ട് വലിച്ചു കയറ്റിയെന്ന് ചോദിക്കുമ്പോൾ ശരി പറയാം, നീ അവൻ പറഞ്ഞ കേട്ടില്ലേ, ഞാനായിട്ട് വിളിച്ചതൊന്നും കൊണ്ടുവന്നതല്ല, ആ താരാന്ന് പറയുന്നവൾ ഇവിടെ കിടപ്പുണ്ട്, അവളെ കാണാൻ വേണ്ടി വന്നപ്പോൾ നിന്നെ കൂടെ കണ്ടിട്ട് പോയതാ എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോഴേക്കും ഷാരിയോട് സരി പറയാം, ഇനി അവളും കൂടെ എന്നെ കാണാൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല, ഇനി അവളെയും കൂടെ ഇങ്ങോട്ട് വിളിച്ച് കയറ്റരുതെന്ന് ദേഷ്യപ്പെട്ട് പറയും കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന പാർക്കുട്ടീനെയും ബൈജുവിനെയാണ്. രണ്ടുപേരും ഇരുന്ന് ചെസ്സ് കളിക്കുന്ന സമയത്ത് കിരണും കല്യാണിയും കൂടെ അങ്ങ് വരും കേട്ടോ. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലെ വിവരങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ അമ്മൂമ്മയ്ക്കും കുഞ്ഞിനെ കാണാൻ പറ്റിയെന്ന് പറയുമ്പോഴത്തേക്കും ദീപമായിട്ടൊന്ന് ചോദിക്കുന്നുണ്ട്, അപ്പോൾ താരയ്ക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും താരേണ്ടി വന്ന് കണ്ടു എന്നുള്ള കാര്യമൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും ഇവർക്കൊക്കെ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ്. എന്നിട്ട് നാളെ കല്യാണത്തിന് പോകുന്നില്ലേ കടുവയുടെ എന്ന് പാർക്കുട്ടി ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും ബൈജുവും പറയുന്നുണ്ട് ദീപയോട്, എന്തായാലും പോയി കാണ്, അയാളിങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയെ കാണാൻ പറ്റുന്ന ഒരു ഭാഗ്യമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദീപ പറയുവാണ്, അതൊക്കെ ശരിയാ, പക്ഷേ അങ്ങനെ നാളെ തന്നെ കാണണമെന്നില്ലോ, എല്ലാം നഷ്ടപ്പെട്ടായിരിക്കുമല്ലോ പിന്നെ അയാൾ എന്നും ജീവിക്കുന്നത്, എപ്പോഴേലും കണ്ടാൽ മതിയല്ലോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അത് കഴിയുമ്പോൾ കിരണും കല്യാണിയും പറയുന്നുണ്ട്, നാളെ എന്തായാലും രജിസ്റ്റർ ഓഫീസിൽ മുഹൂർത്ത സമയത്ത് തന്നെ ചെല്ലണം. എന്താണ് കാർത്തികയുടെ അമ്മയുടെ പ്ലാൻ എന്നൊന്നും അറിയില്ല, പക്ഷേ തകർന്ന് തരിപ്പണമായിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന പ്രകാശിനെ കാണാൻ വേണ്ടിയിട്ട് എന്തായാലും പോയാൽ പറ്റുള്ളൂ എന്നിവരിങ്ങനെ പരസ്പരം സംസാരിക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന പ്രകാശിൻ്റെ അമ്മേനാണ്. പ്രകാശിൻ്റെ അമ്മ രാത്രിയിൽ ആ താലിമാലയൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ നോക്കി ആസ്വദിച്ച് നിൽക്കും കേട്ടോ. ഇത് കൊണ്ട് വരുന്ന പ്രകാശൻ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയെ മാലയൊക്കെ എടുത്ത് പിടിച്ച് ഈ രാത്രിയിൽ നോക്കുമ്പോഴേക്കും ഭാനുമതി അമ്മ പറയുക, എടാ പ്രകാശാ, എനിക്കും കുറച്ചുകൂടെ സ്വർണ്ണമൊക്കെ മേടിക്കാനായിരുന്നു, മരുമകളുടെ മുമ്പിൽ ആഠ്യത്വത്തിനൊട്ടും കുറവ് വരുത്തരുതല്ലോ, പണ്ട് എനിക്കിതിലും നിറവുണ്ടായിരുന്നു, ഇപ്പം നിറമൊക്കെ പോയി എന്നിങ്ങനെ വരുമ്പോൾ പ്രകാശൻ പറയാം, അതമ്മ അങ്ങനെയല്ലേ, പ്രായമാകുമ്പം നിറം പോവും, കാശ് വരുമ്പം നിറം വരും എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പോഴേക്കും പ്രകാശിൻ്റെ അമ്മ പറയാണ്, എടാ പ്രകാശ, എനിക്കൊരു ഭയങ്കര ആഗ്രഹമുണ്ട്, നാളെ രാവിലെ ഒരു ബ്യൂട്ടി പാർലറിൽ പോയി ഒന്ന് ഒരുങ്ങണം എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും പ്രകാശൻ പറയാണ്, ബ്യൂട്ടി പാർലറൊന്നും ഇങ്ങനെ കളിയാക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. ആ സമയത്താണ് കേട്ടോ ഇതൊക്കെ കേട്ട് കാർത്തിക അങ്ങ് വരുന്നത്. അപ്പോഴേക്കും കാർത്തികയെ കാണുമ്പോഴേക്കും പ്രകാശൻ പറയുന്നുണ്ട്, ഒന്നുമില്ല മോളെ, അമ്മയ്ക്ക് നാളെ ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങണം എന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോഴേക്കും കാർത്തിക പറയാം, അതൊന്നും വേണ്ട മുത്തശ്ശി, ഞാനൊരു ബ്യൂട്ടീഷ്യനോട് ഇങ്ങനെ വരാൻ പറഞ്ഞിട്ടുണ്ട്, അവർ നാളെ മുത്തശ്ശീനെ ഒരുക്കിക്കോളൂ എന്ന് പറയുക. ഇത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവുക കേട്ടോ. അപ്പോൾ കഴിയുമ്പോൾ കാർത്തിക പറയുന്നുണ്ട്, അമ്മ ഇപ്പോൾ എയർപോർട്ടിൽ വരും, ഞാൻ അമ്മയെ കൂട്ടാൻ വേണ്ടി പോവാം, അത് കഴിയുമ്പം അമ്മയുടെ ബ്യൂട്ടീഷ്യൻ ഞാനാ, രാവിലെ അമ്മേനെ കൂടെ ഒരുക്കി നേരെ രജിസ്റ്റർ ഓഫീസിലോട്ടേ ഞാൻ വരുന്നതെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും പ്രകാശം പറയാം, എങ്കിൽ മൂക്കൊരു കമ്പനിക്ക് വേണമെങ്കിൽ ഞാനും വരാം എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയാം, ഇവൻ ആക്രാന്തോ മോളെ, എടാ പ്രകാശ, നിൻ്റെ ആക്രാന്തം കാരണമല്ലേ കല്യാണം ഇപ്പം ഇത്രയും പെട്ടെന്നാക്കി, ഇനിയിപ്പോൾ നാളെ നീ വരുമ്പോൾ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കണ്ടാൽ മതി എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും കാർത്തികൻ പറയാം, അതാ നല്ലത്, അച്ഛൻ ഇന്ന് പാർട്ടിയൊക്കെ ഉള്ളതല്ലേ, ഫ്രണ്ട്സൊക്കെ വരും, കല്യാണമൊക്കെ അല്ലേ, യാത്രയൊന്നും വേണ്ട, ഇവിടെ ഇരുന്നാൽ മതി, നാളെ അമ്മയും കൂട്ടി ഞങ്ങൾ നേരെ അങ്ങ് വന്നേക്കാം, അത് കഴിയുമ്പം കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ ചെന്നൈക്ക് കൊണ്ടുപോകും എന്നിങ്ങനെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുവാണ്, ഇവരെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും പറയും, അല്ല അമ്മുമ്മയും വിക്രവും ഒക്കെ ഉണ്ട്, അവിടെയാണ് റിസപ്ഷൻ പറഞ്ഞിരിക്കുന്നത്, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ എന്നിങ്ങനെ പറഞ്ഞിട്ട് കാർത്തി അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. കാർത്തി പോയി കഴിയുമ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ്, എടാ പ്രകാശ, അവിടെ നിന്ന് പിന്നെ അമേരിക്ക, എന്ത് ഭാഗ്യമല്ലേ, പക്ഷേ എനിക്ക് ഫ്ലൈറ്റിൽ കയറാൻ ഭയങ്കര പേടിയാണ് പ്രകാശ എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും പ്രകാശം പറയുന്നുണ്ട്, പേടിക്കുന്ന എന്തിനമ്മേ, അതൊക്കെ ഭയങ്കര സേഫ്റ്റി അല്ലേ, ഭൂമിയിൽ കൂടെ പോകുന്നതിന് സേഫാ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴേക്കും പ്രകാശനമ്മ പറയാണ്, അത് നേരാണ് പ്രകാശ, ആകാശത്ത് വെച്ച് മരിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക അന്തസ്സല്ലേ, 4 പേര് കേൾക്കുമ്പോൾ തന്നെ അതിനൊരു വിലയുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും പ്രകാശൻ ചിരിച്ചുകൊണ്ട് പറയാം, ഈ തള്ളയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിങ്ങനെ ചിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് കിരണിനെയും കല്യാണിനെയാണ്. അവർ കുറച്ച് ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ചായയൊക്കെ ആയിട്ട് ദീപ അവിടെ വരും കേട്ടോ. ദീപ ചായ കൊണ്ട് കൊടുക്കുവാണ്. അതിന് അവരിങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചിരിക്കുവാണ്. അതേസമയത്ത് കാർത്തികയുടെ അമ്മയുടെ അടുത്ത് ചെല്ലുവാണ്.
എന്നിട്ട് പറയുകയാണ് നടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ലക്ഷ്മി പറയുകയാണ് അയാൾ സ്വപ്നം കാണട്ടെ, സ്വപ്നം കാണാവുന്നതിൻ്റെ അങ്ങേയറ്റം അയാൾ സ്വപ്നം കാണട്ടെ എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് ലക്ഷ്മി അമ്മയോട് കാർത്തിക് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ അമ്മയുടെ പ്ലാനിന് ചോദിക്കുമ്പോഴേക്കും ലക്ഷ്മി അമ്മ പറയാം, എത്ര ദിവസം കൂടി എൻ്റെ മോളെ ഞാൻ ഈ സമയത്തൊന്ന് കാണുന്നത്, നമ്മളൊന്ന് സമാധാനമായിട്ട് ഒരുമിച്ച് കിടന്നുറങ്ങിയിട്ട് എത്ര ദിവസമായി, മോളിപ്പോൾ എന്നോട് വന്ന് കിടക്കുക, നാളെ രാവിലെ നമ്മൾ കുറച്ച് നടക്കാൻ പോകുമല്ലോ, നടക്കാൻ പോകുമ്പോൾ ആട്ടെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നത്, അത് കഴിയുമ്പോൾ നമുക്ക് തീരുമാനിക്കാം എന്ന് പറയും കേട്ടോ. അപ്പം ഞാൻ മോളോടെല്ലാം പറയാം, ഇപ്പം എന്തായാലും അതൊക്കെ വിട്ടിട്ട് മോൾ എന്നോട് വന്ന് കിടക്കുമെന്ന് പറയുക. അങ്ങനെ അവർ പരസ്പരം സന്തോഷത്തോടെ കുറേ നേരം പങ്കിടുക കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും കാർത്തിക പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും എല്ലാം കാണാൻ അവിടെ കല്യാണിയുടെ അമ്മയും വേണം. എല്ലാവരുടെ മുമ്പിൽ എല്ലാം നഷ്ടപ്പെട്ട് പാപ്പരായിട്ട് നിൽക്കുന്ന പ്രകാശൻ, അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുക. അപ്പോൾ ലക്ഷ്മിയും പറയുന്നുണ്ട്, അത് നേരം മോളെ, അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. ഇനി ഒരു തിരിച്ചു വരവ് ഉണ്ടാവാത്ത വിധത്തിൽ അത്രയ്ക്ക് പ്രകാശനെ തകർക്കണം എന്നൊക്കെ പറയുവാണ്. അത് കഴിഞ്ഞ് കല്യാണിയും കിരണും ദീപയും ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ദീപയുടെ ഫോൺ അടിക്കും കേട്ടോ. ഫോൺ എടുത്ത് നോക്കിയിട്ട് ദീപ പറയുന്നുണ്ട്, ആ പ്രകാശനെ വിളിക്കുന്നത് എന്ന് പറയുവാണ്. അപ്പോൾ കിരണും കല്യാണിയും വരുന്നുണ്ട്, അമ്മ ഫോൺ എടുക്കുക, എന്താ പറയുന്നതെന്ന് നോക്കാം എന്ന് പറയുവാണ്. ഫോൺ എടുക്കുമ്പോഴേ പ്രകാശം പറയുക, എടി ദീപേ, നാളെ എൻ്റെ കല്യാണമാണ്, ഒരു കോടീശ്വരിയായിട്ട് നീ വന്നേക്കണം, നിന്നെപ്പോലെ ഒരു ഗതികെട്ടവൾ അത് കാണുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയും കേട്ടോ. അപ്പോൾ ദീപ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ കല്യാണ ജീവിതം എങ്ങനെയായിരിക്കും എന്നൊക്കെ എനിക്ക് ഏകദേശം അറിയാം, പിന്നെ ഞാൻ എന്തിനും വന്ന് കാണണമെന്ന് ചോദിക്കുക. അപ്പോഴേക്കും പ്രകാശം പറയാം, നീ അത് കണ്ടേ പറ്റുള്ളൂ എന്നിങ്ങനെ കളിയാക്കി പറയുക കേട്ടോ. അതിനൊന്നും മിണ്ടാതെ ദീപ ഫോൺ വെക്കുവാണ്. ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേക്കും കിരൺ പറയുന്നുണ്ട്, ലക്ഷ്മി ആൻറ്റി എത്ര സ്റ്റേണായിട്ടാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്, അവരുടെ ജീവിതത്തിൽ വളരെ കുറച്ച് കാലമേ പ്രകാശനമുണ്ടായിട്ടുള്ളൂ, അതിലും ബോൾഡായിട്ട് വേണം അമ്മ പെരുമാറാൻ. അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ അത്രയും നഷ്ടമൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, എന്നിട്ടും ആൻറ്റി പ്രകാശന് തക്കതായ മറുപടിയാണ് കൊടുക്കുന്നത്. അമ്മയും അതുപോലെ മാറണം. പിന്നെ വിക്രം എന്ന് പറയുന്ന മകനെ ഓർത്ത് അമ്മ ഇനി വിഷമിക്കരുത്, അമ്മയ്ക്ക് ഞാനില്ലേ അമ്മ മകനായിട്ടെന്ന് കിരൺ ചോദിക്കും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ദീപയ്ക്കാകെ വിഷമമാവുകയാണ്. എന്നിട്ട് പറയാണ്, ഇല്ല മോനെ, ഇനി ഒരിക്കലും ഞാൻ വിക്രത്തെ ഓർത്ത് വിഷമിക്കില്ല, അവൻ്റെ അച്ഛനെയും അമ്മയൊന്നും ഓർത്ത് ഞാൻ സങ്കടപ്പെടില്ല. എന്തായാലും മോൻ പറഞ്ഞ പോലെ നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ ഉള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്നൊക്കെ ദീപ പറയുവാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് കിരൺ പറയാണ്, നാളെ എന്തായാലും കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പ്രകാശന് അതൊരു വലിയ തോൽവിയായിരിക്കും. അങ്ങനെ പരാജയപ്പെട്ട് നിൽക്കുന്ന പ്രകാശനെ നിങ്ങൾ രണ്ടുപേരും കാണണം, അത് അവരർഹിക്കുന്ന പരാജയവും അവർക്ക് ഏറ്റവും അർഹിക്കുന്ന ശിക്ഷയുമാണെന്ന് പറയും കേട്ടോ. അതെല്ലാം കേട്ട് നിൽക്കുന്ന കല്യാണിനെയും ദീപനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.